അദ്ദർസുൽ ഇശ്റൂന 20ാമത്തെ പാടാണ്. അദ്ദർസുൽ ഇശ്റൂന 20ാമത്തെ പാഠം. ഇശ്റൂന എന്നുള്ളത് എന്താണ് അറിയാം? മർഫൂആണോ മൻസൂബാണോ അതോ മജ്റൂറാണോ? ഇശ്റൂന മർഫൂആണ്. എന്തുകൊണ്ടാ റഫഅ? എന്തുകൊണ്ട്? സുബൂത്തുന്നൂനോ? ഇശ്റൂന എന്ന് പറഞ്ഞത് മർഫൂആണോ മൻസൂബാണോ മജ്റൂറാണോ? മർഫൂഉൻ ബിൽ വാവിയാണ്. കാരണം ജംഅ എന്താണ് സാധനം? ജംഅ മുദക്കർ സാലിം. ഇതില് മുസന്നയാണ് പഠിപ്പിക്കണേ. എന്താ പഠിപ്പിക്കണേ? മുസന്ന. എന്നോ പഠിച്ചു പോയതാ. എന്താ മുസന്നന്റെ ഇറാബ്? മർഫൂഉൻ ബിൽ അലിഫി മൻസൂബുൻ വ മജ്റൂറുൻ ബിൽ മൻസൂബുൻ വ മജ്റൂറുൻ ബിൽ യാഇ. അതാണ് ഇതിനെ പഠിപ്പിക്കണേ. വളരെ സിമ്പിളാ. അതൊക്കെ എന്തോ പഠിച്ചു പോയതാ. കം സൂറത്തൻ ഹഫിൾത യാ ബഷീറു. വാപ്പ ചോദിക്കുകയാണ് ബഷീറിനോട്, ബഷീറെ നീ എത്ര സൂറകളെയാണ് മനപ്പാടമാക്കിയിട്ടുള്ളത്? കം എത്രയാണ്, സൂറത്തൻ സൂറത്താൽ എത്രയാണ്, ഹഫിൾത നീ മനപ്പാടമാക്കിയിട്ടുള്ളത്. ഹഫിൾത നീ മനപ്പാടമാക്കിയിട്ടുള്ളത്. യാ ബഷീറു അല്ലയോ ബഷീറേ. എന്താണ് അവിടെ സൂറത്തൻ എന്നതിന്റെ തർക്കീബ് എന്താ? തമ്മീസ്. കെമ്മിന്റെ തർക്കീബ് എന്താ? കെമ്മ് മുബ്തദ, സൂറത്തൻ തമ്മീസ്, ഹഫിൾത എന്തൊക്കെയുണ്ട്? ഫീലുണ്ട് ഫായിലുണ്ട്. ആരാണ് ഫായില്? അന്ത പ്ലസ് അന്ത. പിന്നെ അതോടുകൂടെ ഹഫിൾത എന്നുള്ള ജുംല എന്തും കൂടിയാണ്? ഖബറും കൂടിയാണ്. ഏതിന്റെ ഖബറ്? കമ്മിന്റെ ഖബർ. ഓക്കെ. ബഷീറുൻ. അപ്പൊ ബഷീർ പറയാണ് ഹഫിൾതു സൂറത്തൻ വാഹിദ. എന്താ അർത്ഥം? ഞാൻ ഒരു സൂറത്തെ മനപ്പാടാക്കിയിട്ടുള്ളൂ. ഹഫിൾതു ഞാൻ മനപ്പാടമാക്കി, സൂറത്തൻ വാഹിദത്തൻ ഒറ്റ സൂറത്ത്. എന്താ വാഹിദത്ത് എന്നുള്ളതിന്റെ തർക്കീബ്? ശരിയാണ്. അല്ല, അപ്പൊ വീണ്ടും വാപ്പ ചോദിക്ക വകം സൂറത്തൻ സൂറത്താൽ എത്രയാണ്, ഹഫിൾത നീ മനപ്പാടമാക്കിയത്, യാ ഉമറു അല്ലയോ ഉമർ നീ എത്ര മനപ്പാടാക്കിക്കണേ? അപ്പൊ ഉമർ മറുപടി പറയാണ് അന ഹഫിൾതു
സൂറത്തൈനി. എന്താ അർത്ഥം? രണ്ട് സൂറത്താണ്. ആരെ ഞാൻ മനപ്പാടമാക്കി സൂറത്തൈനി രണ്ട് സൂറകളെ. ഹഫിൾതു എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. സൂറത്തൈനി രണ്ട് സൂറകളെ. എന്താണ്? മഫൂലുൻ മൻസൂബുൻ ബിൽ യാഇ ലിഅന്നഹു അൽ മുസന്നാ. അന മുബ്തദ, ഹഫിൾതു ഫിഅല് ഫായില് ഖബറ്, സൂറത്തൈനി മഫൂലുൻ മൻസൂബുൻ ബിൽ യാഇ ലിഅന്നഹു അൽ മുസന്നാ. ആനി എങ്ങനെ മുസന്ന വരിക? ഒന്ന് ഊന ഈന, രണ്ടാമത്തത് ഏതാ? ആനി ഐനി. ഇത് ഐനിയാണ്. സൂറത്തൈനി അപ്പൊ മൻസൂബാണ്. മുസന്ന മനസ്സിലായിട്ടില്ലേ? ആരെങ്കിലും തിരിയാത്തോലുണ്ടോ? മുസന്ന എന്താണ്? മുസന്നന്റെ ഇറാബ് തിരിയാത്തോലുണ്ടോ? ഒന്ന് മനസ്സിലായില്ല, എന്താ പറയണേ? ക്ലിയർ ആകാൻ എന്താ? മുമ്പ് പഠിച്ചിട്ടുണ്ട് മുസന്ന. ക്ലാസ് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ മേലിൽ അറിയിക്കണത് എന്നാണ് മുസന്നന്റെ അർത്ഥം. ആ മുസന്നക്ക് റഫൈന്റെ അവസരത്തിൽ അലിഫ ഉണ്ടാകുക. ജറിന്റെ നസ്ബിന്റെ അവസരത്തിൽ ഏതാ ഉണ്ടാകുക? യാ ആണ് ഉണ്ടാകുക. റജുലാനി റജുലൈനി, ഖലമാനി ഖലമൈനി, ബൈതാനി ബൈതൈനി, മദ്റസതാനി മദ്റസതൈനി, ദറാജതാനി ദറാജതൈനി, കിതാബാനി കിതാബൈനി. അതിനാണ് മുസന്ന രണ്ടെണ്ണത്തിന്റെ മേൽ അറിയിക്കും. അവിടെ അലിഫ് കൊണ്ട് ഈ കാര്യം റഫ ഉണ്ടാകുക. ക്ലാസ്സിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ജലീൽ സാറും സീന സലാമും. ക്ലാസ് കയറാൻ പറ്റണില്ല അറിയില്ല. കേറിയോ? ഹലോ, കേറിയിക്കണോ? മനസ്സിലായോ മുസന്ന എന്താണെന്ന്? ആർക്കാണ് ഇപ്പൊ ഈ മുസന്ന എന്താണെന്ന് തിരിയാത്തോല്? ഒന്ന് പറയും. എന്താണ് മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ മേൽ അറിയിക്കണം. അതൊന്നും അങ്ങനെ മറക്കാൻ പാടില്ല. എന്താണ് നിങ്ങൾക്ക് എന്താ അരണബുദ്ധി? അങ്ങക്കൊക്കെ ഒന്നാമത്തെ പുസ്തകത്തിൽ പഠിപ്പിച്ചു തുടങ്ങിയാണ് ഒക്കെ. എന്താണ് മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ മേലിൽ അറിയിക്കണത്. ആ മുസന്നക്ക് അലിഫ് കൊണ്ടാണ് റഫ ഉണ്ടാകുക. ആ മുസന്നക്ക് എന്തുകൊണ്ടാണ് നസ്ബ് ഉണ്ടാകുക? യാ കൊണ്ടാണ് ജറും നസ്ബും.
അപ്പൊ ലമ്മത്ത് കൊണ്ട് റഫൈ ചെയ്യണീന് പകരം മുസന്നയാകുമ്പോ അലിഫ് കൊണ്ടാണ് റഫൈ ചെയ്യ. ഹാദാനി കിതാബാനി, ഇത് രണ്ടും പുസ്തകമാണ്. ആദന്റെ ഡുവലാണേത്? ഹാദാനി മർഫൂഉം ബിൽ അലിഫിയാണ്. കിതാബാനി അത് ഖബറാണ്. ഖബറിന് റഫഅ വേണം. എന്തുകൊണ്ടാ റഫഅ? അലിഫ് കൊണ്ടാണ് റഫഅ. റഅയ്തു ഞാൻ കണ്ടു, കിതാബൈനി രണ്ട് കിതാബിനെ ഞാൻ കണ്ടു. റഅയ്തു എന്ന് പറഞ്ഞതിൽ രണ്ട് ഫീലുണ്ട് ഫായിലുണ്ട്. കിതാബൈനി എന്നുള്ളതിലാണ് എന്ത് എന്ന് പറയുന്നത്? മഫഊല് എന്ന് പറയുന്നത്. അത് മുസന്നയാണ്. അതിന് യാ കൊണ്ടാണ് ജർ ഉണ്ടാകുക, യാ കൊണ്ടാണ് നസ്ബ് ഉണ്ടാകുക. ഉമർ പറയാണ്, ഞാന് ഹഫിൾതു ഞാൻ മനപ്പാടമാക്കി സൂറത്തൈനി രണ്ട് സൂറകളെ. കണ്ടോ അവിടെ ഹഫിൾതു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഫീലുണ്ട് ഫായിലുണ്ട്. അതിന്റെ മഫഊല് ബി ആണ് ഏത്? സൂറത്തൈനി. മഫഊല് ബിക്ക് എന്താണ് ഇറാബ്? റഫഅ നസ്ബ? ഇവിടെ എന്തുകൊണ്ടാണ് നസ്ബ്? സാധാരണ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യുക. ഇവിടെ എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത്? യാ കൊണ്ടാണ് നസ്ബ്. മുആവിയത്തു, മുആവിയത്തു എന്ന് വായിക്കരുത്. മുആവിയത്തു മുൻസരിഫ. യാ അബത്തി എന്റെ വാപ്പ. ജാഅ വന്നു, അൽ യൗമ ഇന്ന്, മുദരിസാനി ജദീദാനി. കണ്ടോ എന്താ മുദരിസാനി ജദീദാനി പറഞ്ഞാ? പുതിയ രണ്ട് അധ്യാപകർ വന്നിക്കണ്. അഹദുഹുമാ രണ്ടിൽ ഒരാള് ലിൽ ഫിഖ്ഹി ഫിഖ്ഹിന് വേണ്ടിയാണ്, ഫിഖ് പഠിപ്പിച്ചാനാ. വൽ ആഖറു മറ്റേ ഉസ്താദ് ലിൽ ഹദീഥി ഹദീസ് പഠിപ്പിക്കാനുള്ളതാണ്. യാ അബത്തി അവിടെ യാ അബീന്ന് ഉണ്ടാകും കേട്ടോ. ആ യായിന് പകരാണ് ഏത്? ഏത്? യാ അബത്തി അതിനടുത്തുള്ള താ യാ അബീ എന്ന് പറയണതിന് യായിന് പകരം വന്നതാണ്. എന്റെ വാപ്പ തന്നെയാണ് അർത്ഥം. പക്ഷെ ആ താ എന്തിന് പകരാണ്? യാഉൽ മുതകല്ലിമിന് പകരാണ്. ജാഅ വന്നു, അൽ യൗമ ഇന്ന്, മുദരിസാനി ജദീദാനി പുതിയ രണ്ട് അധ്യാപകര് വന്നു. അഹദുഹുമാ രണ്ടിൽ ഒരാള് ലിൽ ഫിഖ്ഹി ഫിഖ്ഹിനാണ്. വൽ ആഖറു മറ്റേ ഉസ്താദ് ലിൽ ഹദീഥി ഹദീദ് പഠിപ്പിക്കാനാണ്. പറഞ്ഞേ തർക്കീബ്. ജാഅ ഫീല് മാദി, അൽ യൗമ ഇന്ന് അതാണ് ഏത്? എന്താ അൽ യൗമന്റെ തർക്കീബ്? സർഫല്ല, ലർഫ്. ഇതിനക്കാരോ സർഫ് പറഞ്ഞു. പിന്നെ ആരാണ് വന്ന ആള്? ഫീലെ വന്നിട്ടുള്ളൂ. ഇനി ഏത് വരാണ്ട്? ആരാ ഫായില്? വന്ന ആളുകൾ ആരാ? മുദരിസാനി ഫായിലുൻ മർഫൂഉൻ ബിൽ അലിഫി. കണ്ടോ? മുദരിസാനി മുദരിസൈനി മർഫൂഉൻ ബിൽ അലിഫി. ജദീദാനി പുതിയ. എന്താ കണ്ടോ? മുദരിസാനി തൊട്ട് അലിഫ് കൊണ്ടാണ് റഫഅ. ജദീദാനി എന്നുള്ളടത്ത് എന്തെന്നെ റഫഅ? എന്തുകൊണ്ട് തന്നെ റഫഅ? അലിഫ് കൊണ്ടാണ്. കാരണം അത് മുതന്നെയാണ്. അഹദുഹുമാ രണ്ടിൽ ഒരാള് ലിൽ ഫിഖ്ഹി ഫിഖ് പഠിപ്പിക്കാനാണ്. എന്താ തർക്കീബ്? അഹദോ
മുബ്തദ പ്ലസ് മുലാഫ്. ഹുമാ മുലാഫുൻ ഇലൈഹി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ലമീറുകൾ നൗണിനോട് ചേർന്ന് വരുമ്പോ എന്തേക്കാരാം? മുലാഫ് ഇലൈഹി. ലിൽ ഫിഖ്ഹി, ഫിഖ്ഹിനാണ്. എന്താ തർക്കീബ്? ലിൽ ഫിഖ്ഹി ജാറുമാണ്, മജ്റൂറുമാണ്, പിന്നെ എന്തുവാണ്? ഖബർ. അഹദ് എന്നുള്ള മുത്താന്റെ ഖബറ്. വൽ ആഖറു, മറ്റേ ഉസ്താദ്, ലിൽ ഹദീഥി, ഹദീഥിനാണ്. ആഖർ എന്നുള്ളത് ഏതാണ്? ആ മുബ്തദാണ്. ലിൽ ഹദീഥി ജാറുമാണ്, മജ്റൂറുമാണ്, പിന്നെ ഏതുമാണ്? ഖബറുമാണ്. അപ്പൊ അവിടെ കണ്ടോ, ജദീദാനി, മുദരിസാനി, മുസന്നയാണ്, മർഫൂഉൻ ബിൽ ഏതുകൊണ്ടാണ്? അലിഫ് കൊണ്ടാണ്. ബഷീറുൻ എന്റെ വാപ്പ എന്റെ വാപ്പ തന്നെ അബീന്നുണ്ടാകുക. ആ യായിന് പകരാണ് ഏത്? അപ്പൊ യാർഫിൻ ഇതാ അബി മുനാദ മുലാഫ് തീ മുലാഫുൻ ഇലൈഹി. യാ അബി എന്നുള്ള അതേ തർക്കീബ് തന്നെ. ബഷീറുൻ, ബഷീർ പറയാണേ, യാ അബത്തി, എന്റെ വാപ്പ, ഖറഅതു, ഞാൻ വായിച്ചു, അൽ യൗമ, ഇന്ന്, കലിമതൈനി ജദീദതൈനി. എന്താർത്ഥം? രണ്ട് പുതിയ പദങ്ങളെ ഞാൻ വായിച്ചു. ഈ ഹാദൽ കിതാബി, ഈ പുസ്തകത്തില്. ആ ഖറഅതു എന്തൊക്കെയുണ്ട്? ഫായില്, അൽ യൗമ ഹർഫ്. എന്തിനാണ് ഞാൻ വായിച്ചത്? കലിമത്തൈനി, രണ്ട് പദത്തെ. എന്താ? മഫ്ഊലുൽ മൻസൂബുൻ ബിൽ യാഇ. അതിന്റെ നഅത്താണ് ഏത്? ജദീദതൈനി. നഅത്ത് അവിടെ എന്തുകൊണ്ടെന്നെ എന്തുകൊണ്ടെന്നെ നസ്ബ്? നസ്ബ്. ഫീ ഹാദൽ കിതാബി, ഈ പുസ്തകത്തില്, ഫീ ഹർഫ് ഹാദാ മജ്റൂർ കിതാബി ബദല്. അൽ അബു. അപ്പൊ വാപ്പ ചോദിക്ക, മാഹുമ, എന്താ മാഹുമ പറഞ്ഞ? മാഹുമ ഏതൊക്കെ? ആ രണ്ട് പദങ്ങളുടെ ഇതില് ഞാൻ വായിച്ചു പറഞ്ഞില്ലേ? അതാണ് മാഹുമ. ഏതാണ് ആ രണ്ട് പദം? എന്താ മാഹുമ പറഞ്ഞ? ഏതാണ് ആ രണ്ട് പദം? ചങ്ങായി പറഞ്ഞില്ലേ ഞാൻ രണ്ട് പദം വായിച്ചോന്ന്? അപ്പൊ തന്ത തിരിച്ചു ചോദിക്കാണ്, ഏതാണ് ആ രണ്ട് പദം? ബഷീറുൻ. അപ്പൊ ബഷീർ പറയാണ്, ഉമാ, ആ രണ്ട് പദങ്ങൾ, അൽ മുസ്തു, മുസ്തി എന്നാണ്, വൽ മിഹദ്ദതു, മിഹദ്ദ എന്നുമാണ്. ആ ഉമാ, ആ രണ്ട് പദങ്ങൾ, അൽ മുസ്തു, മുസ്തന ചീർപ്പ്. മുസ്തന എന്താ? ചീർപ്പ്, തലവാറിന്റെ ചീർപ്പില്ലേ, അതിനാണ് മുസ്തു അറിയാം. മുഹദ്ദ എന്ന് പറഞ്ഞാൽ തലക്കണി, നമ്മളെ തലയണല്ലേ, അതിനാണ് അറബിയില് മുഹദ്ദ അറിയാം. തലയണ, ചീർപ്പ്. പിന്നെ അപ്പൊ വാപ്പ ചോദിക്കാണേ, അല്ല അബു ആ അറഫ്ത മഅനാഹുമാ, അത് രണ്ടിന്റെയും അർത്ഥം നിനക്കറിഞ്ഞോ? അറഫ്ത, നീ അറിഞ്ഞോ? മഅനാഹുമാ, അത് രണ്ടിന്റെയും അർത്ഥം നീ അറിഞ്ഞോ? ആ
അറഫ്ത നീ അറിഞ്ഞോ. എന്താ ഹംസ? ഇസ്തിഫാം. അറഫ്ത ഫീല് ഫീല് ഫായില് ഫായില്. ആരാ ഫായില്? അന്ത. അന്ത എന്തിനറിഞ്ഞ മൈനാഹുമാ അത് രണ്ടിന്റെയും അർത്ഥത്തെ. മൈന മഫൂൽ ഫി ബിസ് മഫൂലും ബിഹി മുളാഫ് ഹുമാ മുളാഫിൻ ഇലൈഹി. മൈന എന്ന് പറഞ്ഞ മഫൂലിന്റെ എവിടെ നസ്ബ്? മക്സൂറ. അത് മക്സൂറാണ്. ആഖിർ അലിഫ് എന്താ മക്സൂറ പറഞ്ഞ? ആഖിർ അലിഫ് മുമ്പ് ഫതഹ്. അതിലൊരു ഇറാബ് എന്ത് ചെയ്യൂല? ഒളിവാവൂല. ബഷീറുൻ. അപ്പൊ ബഷീർ പറയാണ് നഅം അതെ. സഅൽതു എന്താ? ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു. അൽ മുദർരിസ ആരോട്? ഉസ്താദിനോട് മുദരിസിനോട് ഞാൻ ചോദിച്ചു. ഫശറഹ അപ്പോൾ ഉസ്താദ് വിശദീകരിച്ചു തന്നു. ലീ ആർക്ക്? എനിക്ക്. എന്തിനെ വിശദീകരിച്ചു തന്നു? മൈനാഹുമാ ആ രണ്ട് പദത്തിന്റെയും അർത്ഥം വിശദീകരിച്ചു തന്നു. ഞാൻ അതെ. സഅൽതു ഞാൻ ചോദിച്ചു. അൽ മുദർരിസ മുദർരിസിനോട്. ഫശറഹ അപ്പോൾ മുദർരിസ് വിശദീകരിച്ചു തന്നു. ലീ എനിക്ക്. മഅനാഹുമാ അത് രണ്ടിന്റെയും അർത്ഥത്തെ. നഅം മർഫ് ജവാബ്. സഅൽതു ഫീല് ഫായില് അൽ മുദർരിസ എന്താണ്? മഫ്ഊലുൻ ബി. ഫശറഹ അപ്പോൾ ഉസ്താദ് വിശദീകരിച്ചു തന്നു. എന്തൊക്കെയുണ്ട്? ഫീല് ഫായില്. ഫാ വേറെ കേട്ടോ. ഫാ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥ. ശറഹ യശ്റഹു വിശദീകരിക്കുക. ഫശറഹ എന്ന് പറഞ്ഞാൽ തന്നെ ഫായിലുണ്ട്. ആരാ ഫായില്? ഉസ്താദ്. ഫശറഹ ഉസ്താദ് വിശദീകരിച്ചു തന്നു. ലീ എനിക്ക്. ലീ അറിയുന്ന തർക്കീബ് എന്താ? ജാറ് മജ്റൂർ. ജാറ് മജ്റൂർ. എന്തിനെ വിശദീകരിച്ചു തന്നു? മഅനാഹുമാ അത് രണ്ടിന്റെയും അർത്ഥത്തെ. മഅന മഫൂലു ബിഹി പ്ലസ് മുളാഫ്. ഒരു ബി പ്ലസ് മുളാഫ്. ഉമാ മുളാഫുൻ ഇലൈഹി. ഏതാണ്? മുളാഫുൻ ഇലൈഹി. അല്ലബു. അപ്പൊ അതിന് ഇടുവാനൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞില്ലൊന്നും ഏതില്ല? ഏതില്ല? മുസന്നില്ല. മുതന്നല്ല. ഇനി മുതന്നെ വരാൻ പോണുള്ളൂ. അൽ അബു വാപ്പ പറയാണ് അന ഞാന്. അൽ ആന എന്താ അർത്ഥം? അത് ഹബു ഞാൻ എന്താക്കാണ്? പോവുകയാണ്. ഇലസൂക്കി എവിടേക്ക് പോവുകയാണ്? അങ്ങാടിയിലേക്ക്. ആ തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഷൈഅൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണം നിങ്ങൾക്ക്? അന ഞാൻ. അൽ ആന ഇപ്പോ. അദ്ഹബു ഞാൻ പോകുകയാണ്. ഇലസൂഖി അങ്ങാടിക്ക്. അതുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഷൈഅൻ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ ഷൈഅൻ എന്നുള്ളതിന്റെ തർക്കീബ്? മഫൂലു ബിഹി. മഫ്ഊലുൻ ബിഹി ശരിയാണ്. അന ഞാന് മുബ്തദ. അൽ ആന എന്താ?
ഉറഫ്. അദ്ഹബു ഞാൻ പോകുകയാണ്. എന്തൊക്കെയുണ്ട്? ആരാണ് അതിന് ഫായില്? അന. പിന്നെ തുരീദുന ഫീല് ഫായില് ഷൈഅൻ മഫ്ഊല്. ഉമറു എന്ന് വായിക്കാൻ പാടില്ല. ഉമറു ഗൈറു മുൻസരിഫാണ്. ഉരീദു ദഫ്തറൻ ഞാനൊരു നോട്ട് ബുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. ഉരീദു എന്താണ്? ആര് ഉരീദു പറഞ്ഞാരാ? ഞാന്. ഉരീദു അറാദ യുരീദു തുരീദു ഉരീദു നുരീദു. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു ദഫ്തറൻ ഒരു നോട്ട് ബുക്കിന്. എന്തൊക്കെ ഉണ്ടായില്ലേ? ഫീലുണ്ട് ഫായിലുണ്ട് ദഫ്തറൻ മഫൂലും ബിഹി ഉണ്ട്. മുആവിയത്തു അപ്പൊ മുആവിയ പറയാം. ഇന്ദി എന്റെ അടുക്കലുണ്ട്. ദഫ്തറാനി എന്തുണ്ട്? രണ്ട് നോട്ട്ബുക്ക്. വ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. ദഫ്തറൈനി ആഖറൈനി വേറെ രണ്ട് നോട്ട് ബുക്കിനെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാ വന്നിട്ടുണ്ട് മുസന്ന. ഇന്ദി എന്റെ അടുക്കലുണ്ട്. ദഫ്തറാനി രണ്ട് നോട്ട് ബുക്ക് ഉണ്ട്. വ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. ദഫ്തറൈനി ആഖറൈനി വേറെ രണ്ട് നോട്ട് ബുക്ക്. അതിലെത്ര മുസന്നുണ്ട്? ഇന്ദി ദഫ്തറാനി വ ഉരീദു ദഫ്തറൈനി ആഖറൈനി എന്ന സെന്റൻസിൽ എത്ര മുസന്നുണ്ട്? 3. എന്താ തർക്കീബ് പറഞ്ഞാട്ടെ? ഇന്ദി എന്റെ അടുക്കലുണ്ട്. എന്താ? യാ അതോടുകൂടെ എന്തും കൂടിയാണ്? ഖബറ് മുഖദ്ദം. പിന്നെ ദഫ്തറാനി മുഅഖർ. കണ്ടോ? ദഫ്തറാനി എന്താ അർത്ഥം? മുബ്തദാ മുഅഖർ. മുബ്തദഉൻ മർഫൂഉൻ ബിൽ അലിഫി ലിഅന്നഹു അൽ മുസന്നാ. യനി വ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. ദഫ്തറൈനി ആഖറൈനി വേറെ രണ്ട് നോട്ട് ബുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. ഉരീദു എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്. ആരാ ഫായില്? ഉരീദു പറയുമ്പോ പിന്നെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ദഫ്തറൈനി രണ്ട് നോട്ട് ബുക്ക്. എന്താ തർക്കീബ്? മഫ്ഊലുൻ മൻസൂബുൻ പിന്നെ ബിൽയാഇ ആഖറൈനി വേറെ രണ്ട് നോട്ട് ബുക്ക്. ആഖറൈനിന്റെ തർക്കീബ് എന്താ? അതും എന്തുകൊണ്ട് തന്നെയാണ് നസ്ബ്? യാവുണ്ടാ. പിന്നെ ബഷീർ പറയാണേ. ഈ ദഫ്തറാനിയും ദഫ്തറൈനിയും തമ്മിൽ എന്താ വ്യത്യാസം? എങ്ങനെയാ വ്യത്യാസം? ദഫ്തറാനി എന്ന് പറഞ്ഞാൽ മർഫൂആണ്. അതല്ല ഇപ്പൊ ഈ പറയണേ. ദഫ്തറാനി എന്ന് പറയുന്നത് മർഫൂആണ്, അലിഫ് കൊണ്ടാണ് റഫഅ്. ദഫ്തറൈനി എന്ന് പറയുന്നത് മൻസൂബാണ്, യാ കൊണ്ടാണ് നസ്ബ്. അതാണ് വ്യത്യാസം. ദഫ്തറാനി എന്ന് പറയുമ്പോ ആനി ഐനി. ആനി എന്ന് പറയുമ്പോ മർഫൂ, കലമാനി ബൈത്താനി കിതാബാനി അതേപോലെ തന്നെ മദ്രസത്താനി കുല്ലിയത്താനി ഇതൊക്കെ മർഫൂആ. ആ മർഫൂവിന്റെ അവസരത്തിൽ എന്തുകൊണ്ടാണ് അവിടെ റഫഅ് ഉണ്ടാവുക? അലിഫ് കൊണ്ടാണ്. എന്നാ അത് മദ്രസത്തൈനി കിതാബത്തൈനി കിതാബൈനി കലമൈനി ഇങ്ങനെ വരുമ്പോ അത് മൻസൂബും ആകാം മജ്റൂറും ആകാം. മൻസൂബും ആകാം മജ്റൂറും ആകാം. ഇവിടെ മൻസൂബ.
എന്തുകൊണ്ട് ഇവിടെ ഫീലും ഫായിലും വന്നിക്കണം? അപ്പൊ മൻസൂബാണ്. അതിന്റെ മുമ്പ് ജാറുണ്ടെങ്കിൽ എന്തായിട്ട് വരും? മജറൂറായിട്ട് വരും. അപ്പൊ മുസന്ന എന്ന് പറയുമ്പോ അതിന് മനസ്സിക്ക് വരേണ്ടത് ആനി ഐനി, കലമാനി കലമൈനി. ആനി എന്ന് പറയുമ്പോ മർഫൂ, ഐനി എന്ന് പറയുമ്പോ എന്തൊക്കെയാകാ? പിന്നെ ഏതുവാകാ? പിന്നെ ഏതുവാകാ? മജറൂറും ആകാം, മൻസൂബും ആകാം. ഇവിടെ കണ്ട ഉരീദ് പറഞ്ഞതിൽ ഫീലുണ്ട് ഫായിലുണ്ട്. ഇനി വരേണ്ടത് ഏതാ? ഫീലും ഫായിലും വന്നാ പിന്നെ ഏതാ വരണ്ടേ? മഫ്ഊലുൻ ബി. അതിന്റെ മഫ്ഊലുൻ ബി ആണ് ദഫ്തറൈനി. ആ മഫ്ഊലുൻ ബിക്ക് നസ്ബ് ആണ്. എന്തുകൊണ്ടാണ് നസ്ബ്? യാ കൊണ്ടാണ് നസ്ബ്. ആഖറൈനി എന്നുള്ള ആഖറിന്റെ ഡുവലാണ് ഏത്? ആഖറാനി. പിന്നെ ആഖറൈനി. ഇവിടെ എന്തുകൊണ്ടാ ആഖറൈനി അറിയണ കാരണം? ദഫ്തറൈനി ഡുവലാണ്, അതിനകത്താണ് ഏത്? ആഖറൈനി. അപ്പൊ ഇതിനെന്താ പറയാ? മുസന്ന മർഫൂഉൻ ബിൽ അലിഫി, പിന്നെ മൻസൂബുൻ, പിന്നെ മജ്റൂറുൻ ബിൽ യാഇ. ഇതാ പറയുന്നത് ബഷീറുൻ. ബഷീർ പറയാ ഇന്ദി, എന്റെ അടുക്കലുണ്ട്. മിലഫാനി, 2 ഫയലുണ്ട്. മിലഫ് ഒരു ഫയല്, മിലഫാനി എത്ര ഫയല്? 2 ഫയല്. എങ്ങനത്തെ 2 ഫയല്? സഗീറാനി, ചെറിയ 2 ഫയലാ ഉള്ളത്. വ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. മിലഫൈനി കബീറൈനി, വലിയ 2 ഫയലാണ് എനിക്ക് വേണ്ടത്. കണ്ടങ്ങള്, മിലഫാനി മർഫൂഉ, മിലഫൈനി മൻസൂബ്. മർഫൂ ആയപ്പോ അലിഫ് കൊണ്ട് മർഫൂ, നസ്ബായപ്പോ എന്തുകൊണ്ട് മൻസൂബ്? യാ കൊണ്ട്. ശരി, എന്താ തർക്കീബ്? ഇന്ദി, എന്റെ അടുക്കലുണ്ട്. എന്താ? എന്താ? അതോടുകൂടെ എന്തും കൂടിയാണ്? ഖബർ മുഖദ്ദം. ഈ ഖബർ മുഖദ്ദം വന്നാൽ എന്താ വേണ്ടത്? മുബ്തദാക്ക് റഫഅ വേണം. എന്തുകൊണ്ടാ റഫഅ? അലിഫ് കൊണ്ട്. അലിഫ് കൊണ്ടാണ് റഫഅ. സഗീറാനി, കണ്ടോ? സഗീറിന്റെ ഡുവലാണ് ഏത്? സഗീറാനി. അതിനകത്താ ആർക്കാനകത്ത്? ഏതാ മജ്നൂന്റെ? മിലഫാനി. അപ്പൊ മിലഫാനിക്ക് അലിഫ് കൊണ്ടാണ് റഫഅ ചെയ്തത്. അപ്പൊ ഇതിനകത്തായി വരുന്നതിനും എന്തുകൊണ്ട് തന്നെ റഫഅ ചെയ്യണം? അലിഫ് കൊണ്ട് തന്നെ റഫഅ ചെയ്യണം. പിന്നെ വ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. എന്തൊക്കെയുണ്ട്? മിലഫൈനി, 2 ഫയലുകളെ. കണ്ടോ? മിലഫാനി മർഫൂഉ, മിലഫൈനി 2 ഫയലുകളെ. അപ്പൊ എന്താ തർക്കീബ്? മഫ്ഊലുൻ ബി മഫ്ഊലുൻ മൻസൂബുൻ ബിൽ യാഇ. കബീറൈനി, വലിയ 2 ഫയല്. കണ്ടങ്ങളെ, കബീറൈനി, കബീറാനി, കബീറൈനി. കബീറൈനി മർഫൂ ആകുമ്പോ എങ്ങനെയാ പറയാ? കബീറാനി. ഇവിടെ മൻസൂബാണ്. എന്തുകൊണ്ടാ കബീറൈനി അറിയണത്? മിലഫൈനിക്ക് നഅത്താണ് ഏത്? കബീറൈനി. അപ്പൊ മിലഫൈനിക്ക് നസ്ബ് യാ കൊണ്ടാണ് നസ്ബ്. കബീറൈനിക്കും എന്തുകൊണ്ട് നസ്ബ്? യാ കൊണ്ടാണ് നസ്ബ്. അല്ല അപ്പൊ വാപ്പ ചോദിക്ക, അല്ല ചങ്ങാതി, പിന്നെ അയിനലക്ക അനക്ക് എവിടുന്നടാ കിട്ടിയത്? ഹാദൽ ഖലമുൽ ജമീലു. എന്താ ഈ ഭംഗിയുള്ള പേന എനിക്ക് എവിടുന്നാ കിട്ടിയത്? എങ്ങനത്തെ പേന? ദുൽ ലൗനൈനി, 2 നിറമുള്ള. ലൗനിന്റെ ഡുവലാണേത്? ലൗനൈനി. ലൗനാനി എങ്ങനെ മറക്കു വരേണ്ടത്? എങ്ങനെ?
ലൗലാനി ലൗലൈനി ലൗനാനി മൻസൂബ ലൗലൈനി ലൗലൈനി ലൗനൈനി ലൗനാനി പിന്നെ ശരി മിന്നൈനലക്ക എവിടുന്നാണ് ആർക്ക് കിട്ടിയത് ആദൽ കലമു ഈ പേന എന്താ തർക്കീബ് മിന്നൈന മിൻ ഐന ജാറു മജ്റൂർ ഖബറു ജാറ് മജ്റൂർ പിന്നെ ഖബറു മുഖദ്ദം ഖബർ മുഖദ്ദം ലക്ക എന്നുള്ളത് എന്തെന്നെ ഉള്ളൂ ജാറു മജ്റൂർ ജാറ് മജ്റൂർ ആദൽ കലമു ഈ പേന ആദാന്നുള്ളതാണ് മുബത്തദ അൽ കലമു ബദല് ബദല് അൽ ജമീലു നഅത്ത് അതും ഏതന്നെ മുലാഫ് അല്ല മർഫു നേരത്താണ് കലമിന് പേരനെ പിന്നെ ഒരു നേരത്ത് കഴിഞ്ഞു ഏതാ ഒരു നേരത്തെ ജമീലു ജമീലു രണ്ടാമത്തെ നേരത്താ ദുല്ലൗനൈനി രണ്ട് നിറമുള്ള ദൂന്നുള്ളത് നേരത്താണ് എന്തുകൊണ്ടാ റഫാ ദൂ പറഞ്ഞു കൊടുത്തേ വാവ് വാവ് കൊണ്ട് എന്താ കാരണം അസ്മാഉൽ ഹംസ അസ്മാഉൽ ഖംസ അബ് അഖ് ഹമ് ഹന് ഫൂ പിന്നെ സു മർഫൂ ആവുമ്പോ ദു മൻസൂബ് ആവുമ്പോ എങ്ങനെയാ പറയാ സി മജ്റൂറ ബദാ മർഫൂ ആവുമ്പോ ദു മൻസൂബ് ആവുമ്പോ ദ മജ്റൂർ ആവുമ്പോഴോ അപ്പൊ ദൂ എന്നുള്ളത് നേഴ്ത്തുവാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും എന്തായിട്ടാ വരാൻ പാടുള്ളൂ മുലാഫായിട്ട് അസ്മാഉൽ ഖംസന്റെ ഇറാബ് ചെയ്യണമെങ്കിൽ തന്നെ അത് എന്തായിട്ട് വരണം മുലാഫായിട്ട് എന്തായി വരണം മുലാഫായിട്ട് വരണം മുലാഫായിട്ട് വരണം മുലാഫിലെ ഏതാകാനും പാടില്ല യാവുൽ മുത്തക്കല്ലിമായത് യാവുൽ മുത്തക്കല്ലിമാകാൻ പാടില്ല യാവുൽ മുത്തക്കല്ലിമായ കഴിഞ്ഞു ക്യാൻസലാ അപ്പൊ ദൂന്നുള്ളത് നഅത്ത് പ്ലസ് മുലാഫ് ലൗനൈനി അതെന്താ മുളാഫിൻ ഇലൈഹി മുളാഫുൻ ഇലൈഹി എന്തുകൊണ്ടാ ജറ് യാവുണ്ടാ ജറ് ലൗനാനി ലൗനൈനി ബഷീറുൻ അപ്പൊ ബഷീർ പറയാ ഇഷ്തറൈതു ഞാൻ വാങ്ങി ഹു ആ പേനയെ ഇഷ്തറൈതു പറഞ്ഞില്ല എന്തൊക്കെ ഉണ്ട് മഫ്ഊല് ഇഷ്തറ വാങ്ങി ഇഷ്തറൈതു ഞാൻ വാങ്ങി എന്തൊക്കെ ഉണ്ട് ഏതിനെ ആ പേനയെ ഊന്നുള്ളതാണ് ഏത് അല്ല അപ്പൊ വാപ്പ ചോദിക്കടാ ബികം എത്രക്കാടാ ഇസ്തറൈത്തഹു കേട്ടോ ഇസ്തറൈത്തു പറഞ്ഞ ഞാന് ഉത്തരത്തിലോ ഇസ്തറൈത്തു പറയാൻ പറ്റുവോ ഇസ്തറൈത്ത ബികം എടാ എത്രക്കാണടാ ഇസ്തറൈത്ത നീ വാങ്ങിയത് ഹു ആ പേനയെ എത്ര റുപ്യക്കാ വാങ്ങിയത് ബികം എന്താർത്ഥം എന്താ ബികം എന്ന് പറഞ്ഞ അർത്ഥം എത്രക്കാണ് ഇസ്തറൈത്ത നീ വാങ്ങിയത് ഹു ആ പേനയെ അപ്പൊ ബഷീർ പറയാ ഇസ്തറൈതുഹു ഞാൻ അതിനെ വാങ്ങി ബിറിയാലൈനി എത്ര റിയാലിന് 2 റിയാൽ 2 റിയാലിന് ഇസ്തറൈതുഹു പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട് ഫീലുണ്ട് ഫായിലുണ്ട് പിന്നെ ഏതുണ്ട് ബിറിയാലൈനി ബാഹർഫ് ജാറ് റിയാലൈനി മജ്റൂറും ബിൽ യാഇ കണ്ടോ മർഫൂആവുമ്പോ എങ്ങനെയാ പറയാ റിയാലാനി സൗദി കണ്ടിട്ടില്ലേ റിയാലൈൻ ആളെ വിളിച്ച് കേട്ടിട്ടില്ല കടയൊക്കെ ആ റിയാലൈനിയാണ് ബാഹർഫ് ജാറ് റിയാലൈനി മജ്റൂറും ബിൽ യാഇ
ലിഅന്നഹു അൽ മുസന്ന. തിരിഞ്ഞ ബി റിയാലൈനി അതിനടുത്ത് ബാവ് വന്നാൽ എന്ത് വേണം? ജെറ് വേണമല്ലോ. ജെറ് വേണം. റിയാലൈനി അതിനടുത്ത് എന്തുകൊണ്ടാ ജെറ്? യാവുണ്ട്. യാ കൊണ്ട്. കാരണം എന്താ? മുസന്ന. മുസന്നയാണത്. അതുകൊണ്ട് യാ കൊണ്ടാണ് ജെറ് ഉണ്ടാകുക, യാ കൊണ്ടാണ് നസ്ബ് ഉണ്ടാകുക. അപ്പൊ ഇതില് പഠിപ്പിച്ചത് മുസന്നയാണ്. മുസന്ന എന്ന് പറഞ്ഞാൽ ഡുവല്. ലംബത്ത് കൊണ്ട് റഫൈ ചെയ്യണതിന് പകരം എന്തുകൊണ്ട് റഫൈ ചെയ്യും? അലിഫ് കൊണ്ട്. അലിഫ് കൊണ്ടാ റഫൈ ചെയ്യുക. ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യണതിന് പകരം എന്തുകൊണ്ടാ നസ്ബ് ചെയ്യുക? യാ കൊണ്ടാണ് നസ്ബ് ചെയ്യുക. കസ്റത്ത് കൊണ്ട് ജർ ചെയ്യണതിന് പകരം എന്തുകൊണ്ടാണ് ജർ ചെയ്യുക? യാ കൊണ്ടാണ് ജർ ചെയ്യുക. ആ നോയിക്കോളി. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയതി. എന്താ അർത്ഥം? ഉത്തരം നൽകൂ. ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയണം. ചോദ്യങ്ങൾ എന്നുള്ള പദം ഏതാ? അനിൽ അസ്ഇലത്തി. ഏതാ താഴെ വരണ്ടീനുള്ളത്? ഏതാ? ആതിയത്തി. ആതിയത്തി. ആ കം സൂറത്തൻ ഹഫിള ബഷീറുൽ. ബഷീർ എത്ര സൂറത്താ ഇഫ്ലാക്കിക്കണ്? സൂറത്തൻ വാഹിദത്തൻ. കം സൂറത്തൻ ഹഫിള ഉമറു. ഉമർ എത്ര മനപ്പാടാക്കിക്കണേ? സൂറത്തൈനി. ഹഫിള. അതിന് ഫീലും വായിലും അഫൂലും കൂടി കൊണ്ടുവരുമ്പോ എങ്ങനെയാ പറയാ? ഹഫിള ഉമറു. ആ സൂറത്തൈനി. സൂറത്തൈനി. അപ്പൊ ഹഫിള ഫീല്, ഉമറു ഫായില്, സൂറത്തൈനി മഫ്ഊല്. ബികം ഇഷ്തറ ബഷീറുൻ അൽ കലമ. എത്ര കൊടുത്തിട്ടാണ് ബഷീർ പേന വാങ്ങിയത്? ബികം എത്രക്കാണ്? ഇഷ്തറ വാങ്ങിയത്. ബഷീറുൻ ബഷീർ. അൽ കലമ എന്തിന്? ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. യൂസ്ബുക്ക് ഉണ്ടോ? ആ അപ്പൊ ബഷീർ എത്രക്കാ പേന വാങ്ങിയത്? അപ്പൊ നിങ്ങളെ ഫീലും ഫായിലും മഫ്ഊലും എങ്ങനെ കൊണ്ടുവരിക? ഇഷ്തറ ബഷീറുൻ അൽ ഖലമ ബിറിയാലൈനി. എന്താ? ഇഷ്തറ ബഷീറുൻ അൽ ഖലമ ബിറിയാലൈനി. ബോർഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഷോക്കില്ലല്ലോ ഇവിടെ. എന്താ വായിക്ക? മുദർരിസുൻ. മുദർരിസുൻ. ഇത് മുഫറദാണോ മുസന്നയാണോ ജമ്മാണോ? മുഫറദാണ്.
മുഫ്രദ്. ഇനി ഇതിനെ ഡുവലാക്കണമെങ്കിൽ എന്ത് ചേർത്ത് കൊടുത്താൽ മതി അവസാനം? മുദർരിസാനി. എന്താ ചേർത്ത് കൊടുക്കണ്ടേ പറയേ? അലിഫ് നൂനും നൂനും. അപ്പൊ എന്തായി? മുദർരിസാനി. ഇവിടെ മുദരിസ് ഒന്ന് മറഫൂ ആയതുകൊണ്ട് മുദരിസാനി. ഇനി ഇവിടെ മുദരിസൻ മർഫൂവ മൻസൂബ? മൻസൂബ്. മൻസൂബ്. പിന്നെ ഡുവലാക്കിക്കൊണ്ടല്ല എങ്ങനെ? മുദർരിസൈനി. മുദരിസൈനി. മുദരിസിൻ മർഫൂവ മൻസൂബ മജ്റൂറ? മജ്റൂർ. മുദരിസിൻ. ഇനി ഇത് മുദരിസിൻ ഡുവലാക്കുമ്പോഴും അങ്ങനെ തന്നെ പറയാ, മുദർരിസൈനി. മുദരിസൈനി. അപ്പൊ കലമോൻ, പിന്നെ കലമാനി, കലമൻ, പിന്നെ കലമൈനി, കലമിൻ, അതും ഏതന്നെ? കലമൈനി. കിതാബോൻ എങ്ങനെ പറയാ? കിതാബാനി. കിതാബൻ, കിതാബൈനി. കിതാബിൻ, അതും ഏതന്നെ? കിതാബൈനി. ബൈത്തുൻ, ബൈത്താനി. ബൈത്താനി. ബൈത്തൻ, ബൈത്തൈനി. ബൈത്തൈനി. ബൈത്തിൻ, ബൈത്തൈനി. അതന്നെ. സയ്യാറത്തുൻ, സയ്യാറത്താനി. സയ്യാറത്താനി. സയ്യാറത്തൻ, സയ്യാറത്തൈനി. സയ്യാറത്തിൻ, സയ്യാറത്തൈനി. ഫാത്തിമത്തു എങ്ങനെ പറയാ? ഫാത്തിമത്താനി. ഫാത്തിമത്താനി. ഫാത്തിമത്ത, ഫാത്തിമത്തൈനി. ഫാത്തിമത്തൈനി. ഈ ജറാവുമ്പോഴും ഫാത്തിമത്ത എന്ന് പറയാ, അപ്പോഴും ഫാത്തിമത്തൈനി എന്നാ പറയാ. ഇവിടെ ഉമറോ, ഉമറോ, ഉമറാനി. ഉമറാനി. ഉമറ, ഉമറൈനി. ഉസ്മാനോ, ഉസ്മാനാനി. ഉസ്മാനാനി. ഉസ്മാന, ഉസ്മാനൈനി. ഉസ്മാനൈനി. മജ്റൂറാവുമ്പോഴേ അങ്ങനെ തന്നെ പറയാ, ഉസ്മാനൈനി എന്ന് പറയാ. പിന്നെ ഹമ്മാമുൻ, ഹമ്മാമാനി. ഹമ്മാമാനി. ഹമ്മാമൻ, ഹമ്മാമൈനി. ഹമ്മാമീൻ. ഹമ്മാമൈനി. അബുൻ, അബാനി. അബവാനി എന്ന് പറയണം കേട്ടോ. എങ്ങനെ പറയാ? അബവാനി. അബുൻ, അബവാനി. അബൻ, അബവൈനി. അബവൈനി. പിന്നെ ഉമ്മുൻ, പിന്നെ ഉമ്മുൻ. ഉമ്മത്താനിയാ? വേണ്ട, ഉമ്മാനി. ഉമ്മാനി. രണ്ടുമ്മ. ഈ ഉമ്മത്താനി എന്ന് പറയണ്ടോ? ഇല്ല, ഉമ്മത്താനി എന്ന് പറയും രണ്ട് സമൂഹം എന്നുള്ള അർത്ഥത്തില്. ഉമ്മത്ത് ഒരു സമൂഹം, ഉമ്മത്താനി രണ്ട് സമൂഹം. ഉമ്മുൻ, പിന്നെ ഉമ്മാനി. ഉമ്മാനി. ഉമ്മൻ, പിന്നെ ഉമ്മൈനി. ഉമ്മി എന്ന് പറഞ്ഞാലും ഏതന്നെ? ഉമ്മൈനി. അപ്പോ ഒരു ഏകവചനത്തെ ഡുവലാക്കാൻ ഉദ്ദേശിക്കുമ്പോ മർഫൂ ആണെങ്കിൽ ഏത് ചേർത്ത് കൊടുക്കുക? മൻസൂബ മജ്റൂർ ആണെങ്കിൽ എന്ത് ചേർത്ത് കൊടുക്കുക? അപ്പൊ ജവ്വാലുൻ എങ്ങനെ പറയാ? ജവ്വാലാനി. ജവ്വാലാനി. ജവ്വാല, ജവ്വാലിൻ. ജവ്വാലൈനി. അപ്പൊ
മൻസൂബും യാ കൊണ്ട് തന്നെയാണ്, മജറൂറും ഏതന്നെയാണ്, യാ കൊണ്ട് തന്നെ. യാ കൊണ്ടാണ്. അപ്പൊ അത് സന്ദർഭത്തിനനുസരിച്ചിട്ടാണ്. മുമ്പ് ജെറിന്റെ അക്ഷരം ഉണ്ടെങ്കിൽ അത് എന്തായി വരും? മജറൂറായിട്ട് വരും. മുമ്പ് ഫീലാണുള്ളതെങ്കിലോ എന്തായിട്ട് വരും? മൻസൂബായിട്ടോ വരും. അതാണ് ഡുവല്. അതാണ് ഇതിന് പഠിപ്പിച്ചത്. എന്നോ ഒന്നാം പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചതാ. അതാണ് അതിന് കൊടുത്തിട്ടുണ്ടോ? ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടോ? ജാ അൽ മുദരിസു, അധ്യാപകൻ വന്നു. ഇനി രണ്ട് അധ്യാപകന്മാര് ഇതെങ്ങനെ പറയാ? ജാ അൽ മുദരിസാനി. ഇവിടെ ജാ ഫീൽ മാദി, അൽ മുദരിസു ഫായിലുൻ മർഫൂഉൻ ബിൽ ളമ്മത്തി. ജാ അൽ മുദരിസാനി വരുമ്പോഴോ ജാ ഫീൽ മാദി, അൽ മുദരിസാനി ഫായിലുൻ മർഫൂഉൻ ബിൽ അലിഫി. പദാ റഅയ്തു, ഞാൻ കണ്ടു, അൽ മുദരിസ, അധ്യാപകനെ. റഅയ്തു ഫിഇല് ഫായിൽ, അൽ മുദരിസ മഫ്ഊലുൻ മൻസൂബുൻ ബിൽ ഫതഹത്തി. ഇനി റഅയ്തു, ഞാൻ കണ്ടു, അൽ മുദരിസൈനി, രണ്ട് അധ്യാപകരെ. റഅയ്തു ഫീല് ഫായില്, അൽ മുദരിസൈനി ഞാൻ പോയി, ഇലൽ മുദരിസി, അധ്യാപകന്റെ അടുത്തേക്ക്. ദഹബത്തു പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? അൽ മുദരിസി കസറത്തി. ഇനി ദഹബത്തു, ഞാൻ പോയി, ഇലൽ മുദരിസൈനി. ഇല ഹർഫ് ജാറ്, മുദരിസൈനി മജ്റൂറുൻ ബിൽ ഇലൽ മുദരിസി അറിയുമ്പോ മജ്റൂറുൻ ബിൽ കസ്റ, മുദരിസൈനി അറിയുമ്പോ മജ്റൂറുൻ ബിൽ അവിടെ കട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.